വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നിന്റെ ഒന്നും രസമാണ് പറയാനായിട്ട്. വെൽക്കം ബാക്ക് ടു ഒന്നും ഷാർലി പറയടാ, ഇങ്ങനെ ആയിട്ട് പറയല്ലേ. Welcome to our YouTube channel. ഇന്ന് രണ്ടാം പെരുന്നാളാണ്. നമ്മൾ പൊതുവേ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാം പെരുന്നാളിൽ നമ്മൾ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ നമുക്കിവിടെ ഉമ്മയുടെ വീടില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ താത്താടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ അബുദാബിയിലാണ്, ബനിയാസിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരം വൈകി. നമ്മൾ ഉച്ചക്കാണ്, ലഞ്ചിനാണ് നമ്മളെ വിളിച്ചത്. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 12:30-1 മണി ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ തലേ ദിവസം നമ്മൾ ലേറ്റായിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ പിന്നെ എണീക്കാൻ നേരം വൈകി, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മളിപ്പോൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാബല്ലയിൽ കയറിയിട്ട് നല്ല അടിപൊളി ഒരു കേക്ക് വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല പ്രീമിയം ചോക്ലേറ്റ് ഷോപ്പിലോ അല്ലെങ്കിൽ കേക്ക് ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ അവർ സ്വീറ്റ്സ് നമുക്കിതുപോലെ കോംപ്ലിമെൻ്ററി ആയിട്ട് തരും. അപ്പോൾ നമ്മൾ സാധാരണ 1 2 3 ഒക്കെ ആയിട്ടെടുത്ത് കഴിക്കാറുണ്ട്. നൈസായിട്ട് കിട്ടുന്നതല്ലേ. അപ്പം അങ്ങനെ പിന്നെ മിക്കുനേറ്റ് പോയാൽ അറിയാലോ, അവനക്ക് അവിടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഹോബിയാണ്. നമ്മൾ എത്ര മൈൻഡ് ചെയ്യാണ്ടിരുന്നാലും അവൻ പിന്നാലെ വന്ന് ഇങ്ങനെ ഈ ചവിട്ടിൽ മുട്ട പോയ പോലെ ഓരോന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ കേക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴും അവൻ അപ്പുറത്ത് കുനാഫ ചോക്ലേറ്റ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഫ്ലേവേഴ്സ് ചോക്ലേറ്റ് കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് നല്ല റേറ്റ് ഉണ്ട്. 150 എബവ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസൊക്കെ വരുന്നത്. പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഇവിടുത്തെ ചോക്ലേറ്റിൻ്റെ ഒക്കെ നമ്മളവിടെ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റും നല്ല പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഈ കിൻഡർ ബുവാനോൻ്റെ കേക്കാണ്. അതുപോലെ നമ്മൾ ഇതും ബാർക്കൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്. You have any smaller than this one? This one. അപ്പൊ നമ്മള് കേക്ക് വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പാടാ. ഈ മോക്കത്തേക്ക് ചെറിയ വെറുതെ ആൾക്കാർക്കൊക്കെ വാങ്ങി തിന്നാണല്ലേ. പക്ഷെ നമ്മളിതിന്റെ ഒറിജിനൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇതല്ലേ ഒറിജിനൽ? അപ്പൊ ഇവരുടല്ലേ ലാബിലയുടെ അല്ലേ, ഇതിന്റെ ഒറിജിനൽ ഇതല്ല. അത് നമ്മളിതുവരെ വാങ്ങിയിട്ടില്ല. അവസ്ഥ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിടിച്ചോ. അങ്ങനെ നമ്മൾ അബുദാബി നമ്മളത് അബുദാബി എത്തിയിട്ടുണ്ട്. താത്താടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ രണ്ടാം പെരുന്നാൾ. ഇതേലും കാട്ടില്ല. കളർ നോക്കിയാൽ ഗേൾസ് എവിടെ ഇരിക്കുന്നു? നിങ്ങൾ ഗേൾസ് ഒരു പാത്രം കാട്ടിയ അയ്യോ കവറാ, ശരിക്കുള്ള ഫോണാണ്. കവറല്ലടാ, ഫോണാടാ. വിളിക്കണ ആള് വിശ്വാസമില്ല.
റെഡി 1 2 3 സ്റ്റാർട്ട്. ഇല്ലടാ നേരത്തെ ഓൾറെഡി കിട്ടിയിരിക്കണ്. അപ്പൊ നല്ല നാടൻ ഫുഡൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. പിന്നെ ഇക്കയും ഹിലാലൊക്കെ കൂടെ അവർ യൂനോ കാർഡ് വാങ്ങാൻ പോയി, യൂനോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ മൈലാഞ്ചി ഇടുകയാണ്. ഞാൻ പെരുന്നാളിന് മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാത്തിമാത്ത് നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും. അപ്പോൾ ഫാത്തിമാത്ത് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 5-5:30 ഒക്കെ ആയപ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല കാറ്റ്, അതുപോലെ തന്നെ മഴ വരാനുള്ള, രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ മഴ വരാനുള്ള ഒരു കോള് പോലെ. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. നമ്മളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ചായയും അതുപോലെ തന്നെ കുറച്ച് കുറിക്കാനുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മളിതേ നടക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അവിടെ കുറേ വില്ലകളാണ് കേട്ടോ. അത് അറബ്സിൻ്റെ ആണ്. അപ്പം ഒരു വലിയൊരു ഇറക്കാണ്. മിക്കും സാലിമൊക്കെ പിള്ളേരൊക്കെ അങ്ങോട്ട് ഇറങ്ങി കളിക്കാറൊക്കെ ഉണ്ട്, നമ്മളും ഇറങ്ങാറുണ്ട്. നല്ല രസമാണ്, അടിപൊളി. അപ്പോൾ നമ്മളിതേ വീണ്ടും മൈലാഞ്ചിയിൽ പരിപാടി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോഫിയൊക്കെ കുടിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ഫാത്തിമാത്തയുടെ കൈ നന്നായി കടയുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് ചോക്കുന്ന മൈലാഞ്ചിയാണ് ഞാൻ ഇട്ടത്. കാരണം വെയിറ്റ് ചെയ്യാനൊന്നും നേരമില്ല ഗൈസ്. ഒരു 6, 6:30, 7 മണിയൊക്കെ ആകുമ്പോഴുള്ള അവിടുത്തെ ഒരു വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോഴേക്കിതേ യൂനോ കാർഡൊക്കെ വാങ്ങി ഇക്കയും ഹിലാലൊക്കെ എത്തി. അങ്ങനെ അവർ ചായ കുടിക്കുന്നുണ്ട്. ഇവരെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് യൂനോ സ്റ്റാർട്ട് ചെയ്യും കളിക്കാൻ. അല്ല തോറ്റോരെ എന്തെങ്കിലും വാങ്ങി കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ആവണവരെ എന്തെങ്കിലും വാങ്ങി കൊടുക്കാം. തിരിച്ചാ ഇല്ലല്ലേ? അഞ്ചേ നീല അതാ 1 നീല 6 വലിക്കണ്ട നോക്കുക. 6 +2 +4. അതിന് മേലെ +4 ഇട്ട് അപ്പൊ 6 ശരിക്കും നോക്കണ്ട്. ഒക്കെ മഞ്ഞ. ഇതാ ഇനി കൊണ്ടുവരും. ഫസ്റ്റ് റൗണ്ട് കളി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ജയിച്ചു. തോറ്റ ആൾക്കാരെല്ലാം ഏത്തവിടണം എന്നുള്ളതായിരുന്നു റൂള്. അപ്പോൾ നമ്മളെല്ലാവരും ഏത്തവിടാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ റെഡി 1 2 3 തുടങ്ങിക്കോളി. അപ്പോൾ നമ്മൾ കളിയുടെ വാശിയിലൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോണിൽ ഫുൾ അലാം വന്നു. നമ്മുടെ വാണിങ്ങിൻ്റെ അലാമില്ലേ, നമ്മുടെ മിസൈലിൻ്റെ. അപ്പോൾ അത് വന്നപ്പോൾ നമ്മളെല്ലാവരും വേഗം വീട്ടിലേക്ക് ഓടിയിട്ടാണ്. കാരണം ഇനി പുറത്തിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മളെല്ലാവരും വേഗം വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലിരുന്നിട്ട് നമ്മൾ കുറേ നേരം കളിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കളിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കുബൂസും പിന്നെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കൊടുന്ന കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും കൂടെ കഴിച്ചു. കേക്ക് നല്ല അടിപൊളി കേക്ക് കേട്ടോ. ആദ്യമായിട്ടാണ് കട്ട് ചെയ്ത കേക്ക് ഫുള്ള് അപ്പോൾ തന്നെ തീർന്നത്. എല്ലാവരും തുടച്ച് നക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ ലാബിലയിൽ കേക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ വാങ്ങിയതിന് 150 സംതിങ് എത്രയോ ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നത്. പക്ഷേ നല്ല വേർത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും നേരം വെളുത്ത പോലെയാണ്. രാത്രി 1 മണിക്ക് ആ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ഓടുന്ന ഓട്ടാണ് ആ കണ്ടത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് മിക്കൂനൊന്നും തിരിച്ച് വീട്ടിൽ വരാനേ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇവർക്ക് മിക്കൂനെ തിരിച്ച് വിടാനും ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.